പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ദൃശ്യങ്ങൾ കോഴിക്കോട് നരിക്കുനി സ്വദേശിയായ നിഹാലാണ് പകർത്തിയത്. ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ്, നടുക്കുന്ന ദൃശ്യങ്ങളാണ് കോഴിക്കോട് നരിക്കുനി സ്വദേശിയായ നിഹാലാണ്. കേൾക്കുന്നത് മനുഷ്യർക്ക് നേരെ വെടിയുതിർക്കുന്ന ശബ്ദമാണ്. അതിൽ ഇന്ന് രാവിലെ വന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് 16 പേർക്ക് തലയ്ക്കാണ് വെടികൊണ്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് മനുഷ്യനെ പിടിച്ചു നിർത്തി അവരോട് ചോദ്യങ്ങൾ ചോദിച്ച് അവരുടെ ഇരയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നവരുടെ തലയ്ക്ക് വെടിവെച്ച് കൊല്ലുന്ന സാഹചര്യമാണ് ഉണ്ടാക്കുക. കേൾക്കുന്നത് അതിന്റെ ശബ്ദമാണ്. ഈ ശബ്ദം കേൾക്കുമ്പോൾ ഒന്നോ രണ്ടോ വെടിവെച്ച ഒരാളുടെ ജീവനാണ്. ഇപ്പോൾ നേരത്തെ കൊച്ചിയിൽ നിന്ന് പോയി കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ മകൾ പറയുന്നതനുസരിച്ച് അവർ 2 ഭീകരരെ കണ്ടുള്ളൂ. ഇവർ 6-7 പേരൊക്കെ ഉണ്ടായിരുന്നു. ഇവർ പലയിടത്തായിരുന്നു. എല്ലാവരെയും ഇപ്പോൾ ഒടുവിൽ 4 എന്ന നിലയിലേക്ക്, അല്ലെ, ആദ്യം 6 പേരെന്ന് പറഞ്ഞു, പിന്നീട് 4 എന്ന നിലയിലേക്ക് വരുന്നു. അക്കാര്യത്തിലൊക്കെ ഇനിയും സുരക്ഷാ സേനകൾ, അക്കാര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയവും ആഭ്യന്തര മന്ത്രാലയവും ഒക്കെ വ്യക്തത വരുത്തും പിന്നീട് എത്ര പേരുണ്ടായിരുന്നു എന്ന കാര്യത്തിലൊക്കെ. പക്ഷേ അവർ പലയിടത്തേക്ക് പോയി, ഇടത്ത് പോയി ഓരോരുത്തരും അവരെന്താണോ ഉദ്ദേശിച്ചത് നടപ്പാക്കുകയായിരുന്നു. 1-2 വെടിവെച്ചത് ഒരു ജീവനാണ്. ഐശ്വര്യ നേരത്തെ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളോട് വന്നിട്ട് എന്തോ ഒരു കാര്യം ചോദിച്ചു, ഞങ്ങൾക്ക് അത് എന്താണെന്ന് പോലും മനസ്സിലായില്ല. അതിനു മുൻപ് അച്ഛനെ വെടിവെച്ച് കൊല്ലുന്നുണ്ടായിരുന്നു. ഈ കേൾക്കുന്ന ശബ്ദങ്ങൾ അങ്ങനെ മനുഷ്യരുടെ തലയ്ക്കു നേരെ വെടിവെച്ചവരുടെ ജീവൻ എടുക്കുന്ന ശബ്ദമാണ് നമ്മൾ ഈ കേൾക്കുന്നത്. അവരുടെ ഇരയാണ് എന്ന് അവർ നേരിട്ട് ബോധ്യപ്പെടുന്ന ആളുകളെ നേരെ വെടിവെക്കുകയാണ്. സ്വന്തം സഹയാത്രികർ കൊല്ലപ്പെടുന്ന കാഴ്ചയും ശബ്ദവും കേട്ട് വിറങ്ങലിച്ച് നിൽക്കുന്ന മനുഷ്യരെയും എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് ആശങ്ക കൊണ്ട് ചോദിക്കുന്ന മനുഷ്യരെയും നമുക്കവിടെ കേൾക്കാൻ കഴിയുന്നുണ്ട്. അവിടെ കൂട്ടുചേർന്ന് നിൽക്കുന്ന മനുഷ്യർ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് കുടുംബസമേതം എത്തിയതാണ് കശ്മീരിലേക്ക്. അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല മുഹൂർത്തങ്ങളാണ് അവരെ തേടിയിരിക്കുന്നത് എന്നുള്ളതാണ് അവർ ഒരുപക്ഷെ കരുതിയിട്ടുണ്ടാവുക. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത വേദനയുമായാണ് ആ താഴ്വാരം ഇറങ്ങിപ്പോയത് മനുഷ്യർ. അവരോടൊപ്പം നമ്മളും ആ വേദനയുടെ പങ്കാളികളാവുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് എത്തിയ മനുഷ്യരെയാണ് തിരഞ്ഞു പിടിച്ച് ആ നാടിൻ്റെ പൂർണ്ണമായ തകർച്ച ലക്ഷ്യമിട്ടുകൊണ്ടാണ് അവിടേക്ക് എത്തിയ വിനോദസഞ്ചാരികളെ തോക്കിനിടയാക്കിയത്. ആ ഭീകരർ കുടിലബുദ്ധിയാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത്. ആ മനുഷ്യർ വെടിയേറ്റ് വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നടുക്കുന്ന ദൃശ്യങ്ങളാണ്. ആ ദൃശ്യമെടുത്തത് നരിക്കുനി സ്വദേശിയായൊരു സഞ്ചാരിയാണ്. അർജുൻ പീതാംബരൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേർന്നു. അർജുൻ, ഈ വെടിയൊച്ച കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങേയറ്റം ഭയപ്പെടുത്തുന്ന, ആശങ്കപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുതുതായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ പഹൽഗാമിൽ ഈ താഴ്വരയിൽ നടന്നത്? ബൈസരൻ താഴ്വരയിൽ അന്ന് 22-ാം തീയതി വൈകിട്ട് 2:30 എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൻ്റെ നേർദൃശ്യങ്ങളാണ് ഇപ്പോൾ എന്തായാലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നിഹാൽ പകർത്തിയ ദൃശ്യങ്ങൾ. അവിടേക്ക് ആ പൈൻമര കാടുകൾക്കിടയിലൂടെ കയറി വന്ന ഭീകരർ അവിടെ ഉണ്ടായിരുന്ന വിനോദസഞ്ചാരികളുടെ നേരെ നിറയൊഴിക്കുകയായിരുന്നു. പലരും ഇത്തരത്തിൽ ആളുകളുടെ പേര് ചോദിച്ചും അതുപോലെ തന്നെ ഐഡന്റിറ്റി കാർഡെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ട് നടത്തിയ ഒരു ആക്രമണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഭീകരത എത്രത്തോളമാണ് എന്നുള്ളത് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ തന്നെയാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമായിട്ടും അത്രത്തോളം ഭയാനകമായിട്ടുള്ള ദൃശ്യങ്ങൾ. ഈ കുന്നിൻ മുകളിലേക്ക് കയറി വരുന്നവർ പ്രധാനമായി ഈ വലിയ പ്രയാസമാണ് സാധാരണ ഗതിയിൽ കാൽനടയായിട്ടെല്ലാം തന്നെ ബൈസരൻ താഴ്വരയിലൂടെ കയറി ആ കുന്നിൻ മുകളിലേക്ക്, ഈ മിനി സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന ആ പുൽമേട്ടിലേക്ക് കയറി എത്താനായിട്ട്. അതിനുശേഷം അവിടെ വിശ്രമിക്കുന്നവർ, അതുപോലെ തന്നെ ആ കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ട് നിന്നു പോയവർ, അവർക്കിടയിലേക്ക് ഇത്തരത്തിൽ ഭീകരർ കയറി വരുന്നു. അവർ ഒരു ദയാദാക്ഷിണ്യമില്ലാതെ നിറയൊഴിക്കുന്നു. അതും സാധാരണക്കാരായിട്ടുള്ള വിനോദസഞ്ചാരികൾക്ക് നേരെ. ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ കാണാൻ പോയ, അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിനൊപ്പം അല്പസമയം ചിലവഴിക്കാൻ കശ്മീർ പോലെയുള്ള മനോഹരമായിട്ടുള്ള പ്രദേശങ്ങളിലേക്ക് പോയ സാധാരണക്കാർക്ക് നേരെയാണ് ഇത്തരത്തിൽ നിറയൊഴിച്ചിരിക്കുന്നത്. യാതൊരു ആയുധം പോലും കയ്യിൽ ആരും പ്രതീക്ഷിച്ചിട്ടുമില്ല എന്നുള്ളതാണ്. എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും അറിയാത്ത തരത്തിലുള്ള പ്രതികരണങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത്. അത്രമേൽ അപ്രതീക്ഷിതമായിരുന്നു ആക്രമണം. മാധു, തീർച്ചയായിട്ടും സാധാരണഗതിയിൽ ഈ ബൈസരൻ വാഴി എന്ന് പറയുന്നത് ഒരു സൈനിക ഔട്ട് പോസ്റ്റ് പോലും ഇല്ലാത്ത ഒരു സ്ഥലമാണ്. നമ്മൾ നേരത്തെ മലയാളികൾ, അതായത് ബൈസരൻ വാഴിയിൽ നിന്ന് മടങ്ങിയ മലയാളികൾ, ഈ പഹൽഗാമിൽ നിന്ന് മടങ്ങിയ മലയാളികളോട്
ഒക്കെ ചോദിച്ചപ്പോൾ അവിടെ അത്തരത്തിലൊന്നും വലിയ സുരക്ഷ സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല. ചില ഗാർഡുകൾ അവിടെ നിൽക്കാറുണ്ട്, അതായത് വിനോദസഞ്ചാരികളെ സഹായിക്കുന്നതിന് വേണ്ടി. അതിനപ്പുറത്തേക്ക് സുരക്ഷാ ക്രമീകരണങ്ങളോ അല്ലെങ്കിൽ വലിയ ഗാർഡ് പോസ്റ്റുകളോ ഒന്നും തന്നെ, അതായത് ഈ സൈനിക പോസ്റ്റുകളോ ഒന്നുമില്ലാത്ത വളരെ ശാന്തമായിട്ടുള്ള, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുടെ കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ ശാന്തമായിട്ടുള്ളൊരു താഴ്വര. അവിടെയാണ് വിനോദസഞ്ചാരികളെ, വിനോദസഞ്ചാര മേഖലയെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇത്തരത്തിലൊരു നിഷ്ഠൂരമായിട്ടുള്ള ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. ഭീരുക്കളായിട്ടുള്ള 6-7 ഭീകരവാദികൾ അവിടെ എത്തി സാധാരണക്കാർക്ക് നേരെ ഇത്തരത്തിൽ വെടിയുതിർക്കുന്നു. അവരുടെ ഉദ്ദേശമെന്ന് പറയുന്നത് കശ്മീരിനെ വീണ്ടും ഭീതിയിലേക്ക് തള്ളിയിടുക, ഭീതിയുടെ താഴ്വരയാക്കി വീണ്ടും കശ്മീരെ വിശേഷിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ വിനോദസഞ്ചാരികൾ തന്നെയാണ് ഇപ്പോഴും കശ്മീർ താഴ്വരയുടെ ഫലം, അവർ തിരിച്ചു വരുമെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഒട്ടും ഭയക്കാതെ അടുത്ത 48 മണിക്കൂറിനകം കശ്മീർ പഴയ രീതിയിലേക്ക് തിരിച്ചു വരുമെന്നുള്ളതാണ് നിലവിൽ അവിടെയുള്ള നമ്മുടെ മാതൃഭൂമി ന്യൂസ് സംഘം ബാലഗോപാൽ നേരത്തെ അവിടുത്തെ സ്ഥിതിവിശേഷങ്ങൾ കണ്ട് മനസ്സിലാക്കി പറഞ്ഞത്. അത് അവിടെയുള്ള ആളുകളുടെ ഒപ്പം അവിടേക്ക് എത്തുന്ന മറ്റ് സംസ്ഥാനക്കാരുടെ എല്ലാം ദൃഢനിശ്ചയമാണ്, അവരുടെ ഒരു കരുത്താണ്. ഒപ്പം തന്നെ